വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കണേന്നുള്ളതെന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടച്ചക്ക ഞാനിവിടെ തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞ് 2-3 പ്രാവശ്യം കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ അരിയാം. ഈ ഒരു സൈസിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അതെല്ലാം കൂടി ഇനി നമുക്ക് ഏതിലാണോ വേവിക്കുന്നത് അതിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ വേവിക്കും, പിന്നെയാണ് കടുകൊക്കെ വറുത്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ചട്ടിയിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഈ ആദ്യം ചക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഈ ചക്കയുടെ തൊട്ട് മേളിൽ കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. എന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അത് വേകുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ, കറിവേപ്പില, ഉണക്കമുളക്, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഉണക്കമുളകും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഇത്രയും വറ്റി. അപ്പോഴേക്കാണ് അത് വെന്ത് കിട്ടിയത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് വറക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ കടുക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചക്കയും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് എല്ലാത്തിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ചുകൂടി വേവിക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുക. നമ്മളുടെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ.